പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വയം കണ്ടുപിടുത്തങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ പ്രൊഫൈലുകൾ ഞങ്ങൾ മിനുസപ്പെടുത്തുന്നു, നമ്മുടെ ഇമേജുകൾ ക്യൂറേറ്റ് ചെയ്യുന്നു, വിജയകരമെന്ന് തോന്നിക്കുന്ന ഒരു ജീവിതം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു, വിശുദ്ധമായി പോലും. പ്രതിച്ഛായയെ നന്നായി കൈകാര്യം ചെയ്താൽ മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെ മാത്രമല്ല, ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പതുക്കെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഈ മാനസികാവസ്ഥയെ നാം സഭയിലേക്ക് കൊണ്ടുവരുമെന്നതാണ് അപകടം. വിശുദ്ധിയെ ഒരു ആത്മീയ സ്വയം മെച്ചപ്പെടുത്തൽ പദ്ധതിയായി നാം കണക്കാക്കാൻ തുടങ്ങുന്നു. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചാൽ, കൂടുതൽ സന്നദ്ധ സേവനം നടത്തുക, കൂടുതൽ ചെയ്യുക, ഒരുപക്ഷേ എനിക്ക് മറ്റുള്ളവരെക്കാൾ ഉയരത്തിൽ കയറാൻ കഴിയും. ഞങ്ങൾ അത് ഒരിക്കലും ഉച്ചത്തിൽ പറയില്ല, പക്ഷേ ചിന്ത അവിടെയുണ്ട്. അപ്പോൾ യേശു അതെല്ലാം തടസ്സപ്പെടുത്തുന്നു. യോഹന്നാൻ സ്നാപകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. തുടർന്ന് അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നു: സ്വർഗരാജ്യം അക്രമം സഹിക്കുന്നു, അക്രമികൾ അത് ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കുന്നു. യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ നമ്മെ ശാരീരിക അക്രമത്തിലേക്ക് വിളിക്കുന്നില്ല. ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു. സമൂഹത്തിനോ നമ്മുടെ ഇണക്കോ ജോലിക്കോ എതിരായ പോരാട്ടമല്ല, മറിച്ച് നാം പറ്റിപ്പിടിച്ചിരിക്കുന്ന വ്യാജ സ്വത്വത്തിനെതിരായ പോരാട്ടം. അദ്ദേഹം പറയുന്ന ഈ അക്രമം സത്യത്തിന്റെ അക്രമമാണ്, നമ്മുടെ മിഥ്യാധാരണകളെ ദൈവം നീക്കം ചെയ്യാൻ അനുവദിക്കാനുള്ള സന്നദ്ധ. യോഹന്നാനെ നോക്കൂ. അവൻ ഒരിക്കലും അതിശയകരമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവന്റെ മഹത്വം അവന്റെ എളിമയായിരുന്നു. ദൈവമുമ്പാകെ താൻ ആരാണെന്നതിനെക്കുറിച്ചുള്ള വ്യക്തത. നീ മിശിഹായാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അല്ല. അവൻ ശബ്ദമായിരുന്നു, വചനമല്ല, വിളക്കായിരുന്നു, വെളിച്ചമല്ല. അവൻ വളരണം, ഞാൻ കുറയണം. നടിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ യോഹന്നാൻ മഹാനാണ്. അവിടെയാണ് നമ്മെ വെല്ലുവിളിക്കുന്നത്. അത്ര സത്യസന്ധരായിരിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചെറുതാകാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഉപവാസത്തിലും ആത്മത്യാഗത്തിലും നമുക്ക് തോന്നാത്തപ്പോഴും വിശ്വസ്ത പ്രാർത്ഥനയിലും ഒരുതരം അക്രമമുണ്ട്. എന്നാൽ യേശു അതിലും ആഴമേറിയ അക്രമം ആവശ്യപ്പെടുന്നു. ഒഴികഴിവുകളില്ലാതെയും മുഖംമൂടികളില്ലാതെയും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ദൈവം നമ്മെ കാണിക്കാൻ അനുവദിക്കാനുള്ള ധൈര്യം. നമ്മളിൽ മിക്കവരും ഇപ്പോഴും രഹസ്യമായി വിശ്വസിക്കുന്നത് നമ്മൾ വേണ്ടത്ര ശ്രമിച്ചാൽ സ്വയം വിശുദ്ധരാകാൻ കഴിയുമെന്നാണ്. അതൊരു പഴയ നുണയാണ്. വിശുദ്ധി ആത്മീയ പ്രകടനത്തിന്റെ ഫലമല്ല, അത് കൃപയുടെ ഫലമാണ്. നടിക്കുന്നത് നിർത്തുന്നിടത്ത് മാത്രമേ കൃപ പ്രവർത്തിക്കൂ. കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അത് ഒഴിവാക്കുന്നത്? സമയം കൊണ്ടല്ല, ഭയം കൊണ്ടല്ല. കുമ്പസാരത്തിന് സത്യത്തിന്റെ അക്രമം ആവശ്യമാണ്. കർത്താവേ, ഞാൻ ദുർബലനാണ്, ഞാൻ സ്വാർത്ഥനാണ്, ഞാൻ നടിക്കുന്ന ആളല്ല. എന്നാൽ ആ വേദനാജനകമായ സത്യസന്ധതയിലാണ് കരുണ ഒഴുകുന്നത്. സ്നാപക യോഹന്നാൻ നമുക്ക് വഴി കാണിച്ചു തരുന്നു. അവൻ മരുഭൂമിയിലേക്ക് പോകുന്നു, ശബ്ദകോലാഹലങ്ങളിൽ നിന്നും വ്യതിചലനങ്ങളിൽ നിന്നും അകലെ. ആത്മാവിനെ മരവിപ്പിക്കുന്ന എല്ലാം അവൻ നീക്കം ചെയ്യുന്നു. അവൻ ദേവാലയത്തിലെ ഒരു പ്രതിച്ഛായ മിനുക്കുന്നില്ല. അവൻ ചെളി നിറഞ്ഞ ജോർദാനിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ദൈവം പഴയ വ്യക്തിത്വത്തെ തകർക്കാൻ അനുവദിക്കുന്നു. പിന്നെ യേശു അത്ഭുതകരമാമിതം പറയുന്നു, രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അതായത് സ്നാനമേറ്റ് അഭിഷേകം ചെയ്യപ്പെട്ട ദിവ്യകാരുണ്യത്താൽ പോഷിപ്പിക്കപ്പെടുന്ന നിങ്ങൾക്ക് യോഹന്നാന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു കൃപയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. എന്നാൽ നമ്മൾ വിശുദ്ധിയിൽ വലുതാണോ? അതോ ആശ്വാസത്തിൽ വലുതാണോ? സത്യം എന്തെന്നാൽ നമ്മെത്തന്നെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും ആവശ്യപ്പെടാത്ത ഒരു ക്രിസ്തുമതത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപമാനമില്ലാത്ത ഒരു ആത്മീയ ജീവിതവും കുരിശില്ലാത്ത ഒരു പുനരുത്ഥാനവും നമുക്ക് വേണം. എന്നാൽ സത്യസന്ധതയില്ലാതെ വിശുദ്ധിയില്ല. ആത്മജ്ഞാനത്തിന്റെ കോശത്തിൽ നമ്മൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുവെന്ന് സീനയിലെ വിശുദ്ധ കാതറിൻ പറഞ്ഞു: നമ്മൾ ആരാണെന്നും ദൈവം ആരാണെന്നും. നമ്മുടെ ബലഹീനതയെ, നമ്മുടെ സ്നേഹത്തെയും നാം കണ്ടെത്തുന്നു. സിദ്ധാന്തത്തിലൂടെയല്ല, മറിച്ച് ഏറ്റുപറച്ചിലൂടെയും കീഴടങ്ങലിലൂടെയും സത്യത്തിലൂടെയുമാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അക്രമികൾ എന്ന് യേശു പറയുന്നു. തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നവരാണ്. ഇത് എന്റെ ഇണയാണ്, എന്റെ ബോസ്. സംസ്കാരമാണ്, വ്യവസ്ഥയാണ് എന്ന് അവർ പറയുന്നത് നിർത്തുന്നു. പകരം പ്രശ്നം ഇവിടെയും ഉണ്ട്, എന്റെ ഹൃദയത്തിലാണ് എന്ന് അവർ പറയുന്നു. അവർ ആ സത്യം കുരിശിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ മൂർത്തമായ വെല്ലുവിളി ഇതാ: സത്യസന്ധതയുടെ അക്രമം പരിശീലിക്കുക. സ്ക്രീനുകൾ ഓഫ് ചെയ്യുക. 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, എന്റെ ഹൃദയത്തിന്റെ സത്യം എനിക്ക് കാണിച്ചു തരിക, എന്നെ തകർക്കാനല്ല, എന്നെ സുഖപ്പെടുത്താൻ. എന്നിട്ട് സ്വയം ചോദിക്കുക,
ഞാൻ എന്താണ് മറച്ചുവെക്കുന്നത്? എന്തൊക്കെ നീരസങ്ങളാണ് ഞാൻ സൂക്ഷിക്കുന്നത്? എന്തൊക്കെ പാപങ്ങളാണ് ഞാൻ സംരക്ഷിക്കുന്നത്? എന്റെ സ്വന്തം ഹൃദയത്തിലുള്ളതിന് ഞാൻ എവിടെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? മുഖം മൂടി മാറ്റരുത്, അത് ഊരി മാറ്റുക. സ്വർഗരാജ്യം വ്യാജവിശുദ്ധി പറയുന്നവർക്കുള്ളതല്ല, മറിച്ച് യഥാർത്ഥമായിരിക്കാൻ ധൈര്യപ്പെടുന്നവർക്കുള്ളതാണ്. യോഹന്നാനെ പോലുള്ളവർ തങ്ങളിൽ നിന്ന് അകന്നുനിന്ന് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നവർക്കുള്ളതാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.